നമസ്കാരം, ഞാൻ രാജേഷ് ആർ നായർ. ഞാൻ കേരളത്തിൻ്റെ ചില ഭരണ വ്യവസ്ഥയെക്കുറിച്ച്, കേരളം എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടത്തിലെ ഭരണപരമായിട്ടുള്ള വ്യവസ്ഥ, അന്നത്തെ ജനങ്ങളുടെ ജീവിത രീതികൾ എന്നിവയെക്കുറിച്ച് താല്പര്യമുള്ളവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി ചില ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതിന് വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മാറുമറയ്ക്കാത്ത സ്ത്രീകൾ മാറുമറയ്ക്കാത്ത കാലഘട്ടത്തെക്കുറിച്ചാണ്. 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടം വരെ സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ലിംഗഭേദമന്യേ തന്നെ മാറുമറയ്ക്കാത്ത ഒരു കീഴ്വഴക്കം അന്ന് നിലനിന്നിരുന്നു. മറ്റേതൊരു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും പോലെയായിരുന്നു നമ്മുടെ നാട്ടുരാജ്യങ്ങളിലും മാറുമറയ്ക്കാത്ത ഒരു കീഴ്വഴക്കം നിലനിന്നിരുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടത്തോടു കൂടി വിദേശ മതഗ്രന്ഥങ്ങളിൽ നഗ്നത പാപമെന്ന് കരുതിയിരുന്ന മതഗ്രന്ഥങ്ങളുടെ കടന്നുവരവോടുകൂടിയാണ് അതിന് ആ മേൽമുണ്ട് ധരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് സ്ത്രീകൾ പോയത്. കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മേഖലയിൽ ഓണാട്ടുകര പ്രദേശത്ത് മുസ്ലിം നഗ്നത പാപമെന്ന് കരുതിയിരുന്ന മുസ്ലിം സമുദായക്കാരും മേൽമുണ്ട് ധരിക്കുന്നത് ഒരു വേഷം കെട്ടുകാരത്തികളുടെ പണിയാണെന്ന് കരുതിയിരുന്ന അന്നത്തെ ബുദ്ധമത വിശ്വാസികളായ ജാതിക്കാരും തമ്മിൽ പല കാലഘട്ടങ്ങളിലും കലഹങ്ങൾ ഉണ്ടായിരുന്നതായി ആ പ്രദേശങ്ങളിൽ വാമൊഴി ഉണ്ടെന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. നിരവധി ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നന്ദി, നമസ്കാരം.